ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങാം. മിഡിൽ ഈസ്റ്റിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്ക സിറിയയ്ക്കുള്ളിൽ 70 സ്ഥലങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് IS ഭീകരന്മാർക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇസ്രായേലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെതായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഡമസ്കസ് ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അമേരിക്ക എന്തുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ഇന്നലെയാണ് ശരിക്കും, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ, നമ്മളുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഡേ ബിഫോർ യെസ്റ്റർഡേ, അമേരിക്കയുടെ ടൈം അനുസരിച്ച് ഇന്നലെ രാവിലെ തന്നെ ശരിക്കും അമേരിക്കയുടെ സിറിയയിൽ IS ഭീകരർ കൊലപ്പെടുത്തിയ അമേരിക്കൻ സോൾജേഴ്സിൻ്റെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്ന രംഗം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് നേരിട്ട് തന്നെയാണ് ആ ഒരു സെറമണി അറ്റൻഡ് ചെയ്തത്. അപ്പം തന്നെ എടുത്ത തീരുമാനമാണ്. ശരിക്കും ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് അമേരിക്കയ്ക്ക് ശരിക്കും നേരിട്ട് മൃതശരീരങ്ങൾ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നേരിട്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആൾക്കാരുടെ മൃതശരീരങ്ങൾ കാണുമ്പോഴാണ് ഒരു യഥാർത്ഥ നേതാവിന് എന്തെങ്കിലുമൊക്കെ തോന്നുക, രോമാഞ്ചം. അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ ആ ഒരു വൈരാഗ്യത്തോടു കൂടി വന്ന് നടത്തിയ ഒരു ആക്രമണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരിക്കും ഐ അപ്രിഷിയേറ്റഡ് ട്രംപ് ഈ 70 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയതിൽ. സിറിയയ്ക്കുള്ളിൽ ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സിറിയയിലെ അഹമ്മദ് അൽ-ഷാര തീവ്രവാദ പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണായി സിറിയയെ മാറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇസ്രായേലും അതിൻ്റെ ഇടയിൽ കൂടെ ഡമസ്കസിൽ ചില സെക്ടേറിയൻ, അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ നിലപാടെടുക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അവന്മാർക്കെതിരെയും അതേപോലെ ഹെസ്ബുള്ളയുമായിട്ട് ലിങ്കിലുള്ള കുറച്ച് ആൾക്കാരെയും ടാർഗറ്റ് ചെയ്ത് ഡമസ്കസ് ഫോക്കസ് ചെയ്തുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. അപ്പം ഇതാണ് സിറിയയിൽ നടത്തിയ ഓപ്പറേഷൻ. റക്ക, ഹോംസ് ഈ ഏരിയകൾ കേന്ദ്രീകരിച്ചാണ് IS ഭീകരന്മാരുടെ താവളങ്ങൾ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതാണ് മിഡിൽ ഈസ്റ്റിൽ സിറിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്ത. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാസയ്ക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഒരു ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഹമാസ് ഭീകരർ ഒളിഞ്ഞു താമസിക്കുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്ന് ഇസ്രായേൽ ഇന്നലെ ഗാസയ്ക്കുള്ളിൽ അൽദുറ ഹോസ്പിറ്റലിന്റെ പരിസരം കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി 6 ഹമാസ് ഭീകരരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതാണ് ഗാസയ്ക്കുള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതേപോലെ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാൻ ഒരു വെസ്റ്റേൺ ടീമുകൾക്ക്, ഒരു യൂറോപ്യൻ നേഷൻ അഥവാ കാനഡ, ഫ്രാൻസ് ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീമിന് വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ സൈഡിൽ നിന്ന് ഒരു ചെറിയ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഇസ്രായേൽ അർഹിക്കുന്ന പുക്തത്തോടു കൂടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് അവർക്ക് ഗാസയിൽ അത് വെസ്റ്റ് ബാങ്ക് ഇവിടെ ആരും സന്ദർശിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. നിലവിൽ ഈ പ്രോ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു ടീമുകളുടെ അതിക്രമങ്ങൾ ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നതിനെ ചൊല്ലി ഓസ്ട്രേലിയ ആദ്യമായിട്ടൊരു നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇനി ഒരു 6 മാസത്തേക്കെങ്കിലും ഓസ്ട്രേലിയയുടെ ഉള്ളിൽ കുറഞ്ഞത് 3 മാസം, മാക്സിമം 6 മന്ത്സിലേക്ക് ഇത് നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇനി ഒരു 3 മാസത്തേക്കെങ്കിലും ഓസ്ട്രേലിയക്കുള്ളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും അനുവദിക്കുന്നതല്ല. അതായത് എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്, സ്റ്റേ ഓർഡറാണ്. അതായത് ഇനി ഒരുത്തൻ ഇവിടെ കൊടിയും പൊക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷേധിക്കാൻ വരരുത്. കാരണം അവിടെ വേറെ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫാക്ട് ലാസ്റ്റ് ഒരു 6 മന്ത്സ് കൊണ്ട് ലോകമെമ്പാടും അതിതീവ്രമായ നിലയിൽ നടന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി പ്രൊട്ടസ്റ്റ് പ്രോ പാലസ്തീനിയൻ പ്രൊട്ടസ്റ്റ് ആണ്. അത്രമാത്രം പ്രതിഷേധങ്ങളാണ് ഓൾ ഓവർ ദ വേൾഡ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഓസ്ട്രേലിയ നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. യുകെയുടെ തൊട്ടടുത്ത ലെവലിൽ തന്നെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ബോണ്ടി ബീച്ചിൽ ഹനൂക്ക സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുകൂടിയ യഹൂദർക്ക് നേരെ നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് ഓസ്ട്രേലിയയിലെമ്പാടും പ്രോ പാലസ്തീനികളുടെ പ്രതിഷേധം അതിതീവ്രമായ നിലയിൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് വളരെ നല്ല നിയമമാണ്. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടേയിരിക്കണം. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കൊല്ലപ്പെട്ട NCPയുടെ നേതാവായിട്ടുള്ള ഇന്ത്യ വിരുദ്ധൻ ഒസ്മാൻ ഹാദി, അവന്റെ ബറിയൽ സെറമണി ഇപ്പൊ ഇന്ന് നടന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ. അതിനെ തുടർന്ന് അവിടെ ആക്രമണങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധത തന്നെയാണ് ഇപ്പോഴും അവരുടെ മെയിൻ അജണ്ട. അതിൽ യാതൊരു മാറ്റമില്ല, അതിലൊരു മാറ്റം വരാനും പോകുന്നില്ല. അപ്പം ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ബുൾഡോസേഴ്സ്, അതായത് ഇന്നലെ രാത്രി മുഴുവനും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ ഇന്നലെ രാത്രി മുഴുവനും ഡാക്ക സിറ്റിയിൽ ഉടനീളം നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മിലിറ്ററി ഉദ്യോഗസ്ഥർ വരെ ഈ ഭീകരന്മാരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. മിലിറ്ററി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, മിലിറ്ററി ഫോഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ യുവമാരെ പേടിച്ചിട്ട് ഓടേണ്ട ആൾക്കാരാണ്. ആ സാഹചര്യത്തിൽ യുവമാർ മിലിറ്ററി എതിർത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിലിറ്ററിക്കാർ വന്നിട്ട് കാല് പിടിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് സമയം തരണം, 20 മിനിറ്റ് എനിക്ക് സമയം തരണം. ആ 30 മിനിറ്റിനുള്ളിൽ ഈ
കെട്ടിടത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഞാനൊന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ആർമി കമാൻഡർ നിന്ന് ഇറക്കുകയാണ് ഈ ഭീകരന്റെ മുന്നിൽ. ഇതാണ് ബംഗ്ലാദേശിന്റെ യഥാർത്ഥ അവസ്ഥ. അപ്പൊ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ അരങ്ങേറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ആർമിക്ക് തന്നെ കഴിവില്ല. ഈ ആർമിയാണ് ഇന്ത്യൻ ആർമിയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബംഗ്ലാദേശിൽ നിന്നും വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് ഈ ഊച്ചാളികളായിട്ടുള്ള ഈ ബംഗ്ലാദേശികൾ യുവമാര് ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തുന്നു. ഇപ്പം പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്മാൻ ഹാദിയുടെ ഇമേജും അതിനോടൊപ്പം ഈ ഒരു ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നില്ലേ, അതായത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 20-21 സ്റ്റേറ്റ് ആയിട്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ്, ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഇമേജ് ആണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് ഒസ്മാൻ ഹാദിക്ക് വേണ്ടി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട്, ഇത് ഒസ്മാൻ ഹാദിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ NCP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റുഡൻസ് ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതാണ് നിലവിൽ ബംഗ്ലാദേശിന്റെ സിറ്റുവേഷൻ. അപ്പം ഇതിനെ തുടർന്ന് ഇനി ഹിന്ദുക്കളുടെ ഒരു ജീവിതം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ദുരിതപൂർണ്ണമായിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പോസിറ്റീവ് സൈഡും കൂടി ഇതിനകത്ത് നോക്കേണ്ടതുണ്ട്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അത് യുനെസ് ഭരണം പിടിച്ചത് തൊട്ടേ ഇച്ചിരി അങ്കലാപ്പിലാണ്, ഒരു ലാസ്റ്റ് ബ്രെത്ത് സിറ്റുവേഷനിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗാർമെന്റ് ഇൻഡസ്ട്രി കുറച്ച് ക്ഷീണത്തിലാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ കലാപ അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. ലാസ്റ്റ് മന്ത് ഇവരുടെ ഒരു ഗാർമെന്റ് ഗോഡൌൺ, എയർപോർട്ടിൽ തന്നെയുള്ള ഒരു വലിയ സ്റ്റോറേജ് ഗോഡൌൺ തീ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ക്രിസ്മസിനുള്ളിൽ യൂറോപ്പിലേക്ക് ഡെലിവറിയിലേക്ക് എത്തിക്കേണ്ട കുറേ തുണിത്തരങ്ങൾ ഇപ്പൊ കെട്ടിക്കിടക്കാണ്. അതിന്റെ പ്രൊഡക്ഷൻ ഇപ്പം നടക്കുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്. ഇത് ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ റവന്യൂവിനെ എക്കണോമിക്കലി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ ഇന്ത്യക്കുള്ളിൽ വരുന്നതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഇന്ത്യയാണ്. ഇന്ത്യക്ക് ആ രീതിയിലൊരു ഗുണമുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ NCP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു അജ്ഞാതൻ ഇതേ രീതിയിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ഇങ്ങനെ തന്നെ ലൈം ലൈറ്റിൽ ഇങ്ങനെ കത്തി നിൽക്കും. അത് ഇന്ത്യക്ക് കുറച്ച് നല്ലതും കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബോർഡർ ഏരിയ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബോർഡർ ഏരിയ സെക്യൂർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മേഘാലയ, ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ അവിടെ ഒരു സ്ഥലം കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ പരായ്ഘട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഈ പരായ്ഘട്ട് എന്ന് പറഞ്ഞ ഏരിയയിൽ 2 ബംഗ്ലാദേശികൾ ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് ഇൻഫിൽട്രേഷൻ ശ്രമിച്ച സമയത്ത് BSF അവന്മാരെ നല്ല കിണ്ണം കാച്ചിയ തോക്കുകൊണ്ട് കിടിലമായിട്ട് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ 2 പേരും സ്പോട്ട് ഔട്ടാണ്. അപ്പം ഇതിനെ ചൊല്ലി ബംഗ്ലാദേശ് ഇപ്പോൾ പുതിയ ക്ലെയിം ആയിട്ട് വന്നിരിക്കുകയാണ്. അവർ ബോർഡർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറിയില്ല, അവർ നമ്മളുടെ ബോർഡറിനകത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള നിലയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ BSF കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരെങ്ങനെയാണ് ഇൻഫിൽട്രേഷന് വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ബോർഡർ കൃത്യമായിട്ട് വരച്ച് വേലി കെട്ടി കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അതിലൂടെ കടന്നു കയറാൻ വരുന്നവനെ കൃത്യമായിട്ട് ഇതേപോലെ അടിച്ച് വീഴ്ത്തണം. അങ്ങനെ വീഴ്ത്തി കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം ഇതേപോലെ അടിക്കുമ്പോൾ പിന്നീട് ഇവന്മാർ ഒതുങ്ങിക്കോളും. അതായത് ഇതിനകത്ത് കുറേ തീവ്രവാദ സംഘടനകളുണ്ടല്ലോ, ഇവന്മാരെല്ലാം ഒതുങ്ങി മാറി നിന്നോളും. പിന്നെ ഒരിക്കലും ഈ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയെ കയറി ചൊറിഞ്ഞുകൊണ്ട് അടിക്കാൻ വരാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവന്മാർ ഉള്ളിൽ തന്നെ കിടന്ന് കത്തി നശിക്കുകയോ അല്ലെങ്കിൽ അവന്മാർ തമ്മിൽ അടിച്ച് ചാകുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പൊ അതുകൊണ്ട് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അജ്ഞാതന്റെ പ്രവൃത്തിയിലൂടെ ഈ ഒരു കലാപ അന്തരീക്ഷം ബംഗ്ലാദേശിൽ നിലനിന്ന് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം യുനെസ് ഇലക്ഷൻ നടത്തുവോ നടത്താതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ചൈനയ്ക്കോ പാകിസ്ഥാനോ എന്ത് താല്പര്യമുണ്ടെങ്കിലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വെച്ചാൽ ബോർഡർ കൃത്യമായിട്ട് സെക്യൂർ ചെയ്യുക. അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്ത് ഒരുത്തൻ കടന്നു വന്നാലും അടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രവൃത്തിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ തന്നെ 2 പേരെ തട്ടിക്കളഞ്ഞത്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ്റെ ഒഡീഷ എന്ന് പറഞ്ഞ ഒരു പോർട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യയുടെ ഒരു ഓയിൽ ടാങ്കർ ഷിപ്പ്, ഷാഡോ ഫ്ലീറ്റ് എന്നാണ് അവർ വിളിക്കുന്നത്, ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. പലരും ഇവിടെ റഷ്യയുടെ എണ്ണ ഇന്ത്യ പൂർണ്ണമായിട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെ വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ ഓർത്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് അമേരിക്കയല്ല, ആര് പറഞ്ഞാലും നിർത്താൻ പോകുന്നില്ല. കാരണം ഓയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. അതിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റഷ്യയുടെ നിർത്തിയിട്ട് അമേരിക്കയിൽ പോയി മേടിക്കുക, അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ പോയി മേടിക്കുക, ഇത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. കാരണം അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ആ എണ്ണ കൊണ്ടുവരാനിരുന്ന ഷിപ്പിനെയാണ് മെഡിറ്ററേനിയനിൽ വെച്ചിട്ട് ഉക്രൈൻ അറ്റാക്ക് ചെയ്തത്. ആ പർട്ടിക്കുലർ വിഷയത്തിൽ റഷ്യ ഒരു പ്രതികരണങ്ങളും നടത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഒരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അതിന് പകരം റഷ്യ കൃത്യമായിട്ട് ഒഡീഷ പോർട്ടിനെ അടിച്ച് തകർക്കുകയാണ്. അതായത് ഉക്രൈൻ്റെ തൽക്കാലം ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആകെയുള്ള ഒരു പോർട്ടാണ് ഈ ഒഡീഷ പോർട്ട്. ആ ഒഡീഷ പോർട്ടിനെയാണ് റഷ്യ തലങ്ങ് അടിക്കുന്നത്.
അതായത് ഈ ഒഡീഷ പോർട്ടിനെ തകർത്ത് കൈ കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ട് റഷ്യയുടെ എയിം. ആ ഒരു വർക്ക് റഷ്യ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവരുടെ കയ്യിൽ ഇന്ന് 20% കിഴക്കൻ മേഖല റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം റഷ്യ കൃത്യമായ ടാർഗറ്റഡ് മൂവ് ആണ് നടത്തിയിരിക്കുന്നത്. അത് സെലൻസ്കിക്ക് അറിയില്ല. അതേപോലത്തെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഈ ഒഡീഷയും കൂടെ വളഞ്ഞ് സെബ്രോഷേഷ്യ കേഴ്സൺ ഭാഗത്തോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ ഡിനീപ്രോ റിവർ വരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉക്രൈൻ ഒരു പോർട്ട് ആക്സസ് ഇല്ലാത്ത ഒരു ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെലൻസ്കി കുറച്ചുകൂടെ മുൻകൂട്ടി ചിന്തിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ഇതാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇതിന് മുമ്പ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് താലിബാനികൾ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു സമൻസ് അയച്ചിരിക്കുകയാണ്. എന്താണ് സമൻസ് എന്ന് പറഞ്ഞാൽ, വസിരിസ്ഥാൻ മേഖലയിൽ, നോർത്ത് വസിരിസ്ഥാൻ മേഖലയിലുള്ള ആർമി ബേസിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. താലിബാനികളാണ് ഇതിന്റെ ക്ലെയിം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഇത് ഒരു ക്രോസ് ബോർഡർ രീതിയിലുള്ള ആക്രമണമാണ്. അപ്പൊ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ള നിലയിൽ 4 പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ. നിരവധി പേർക്ക് പരിക്കുണ്ട്. അപ്പൊ ഇതിനകത്ത് 4 പേരാണ് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ സമൻസ് അയച്ചിരിക്കുന്നത്. എന്ത് റെസ്പോൺസ് ആണ്? പാകിസ്ഥാൻ ഒന്നെങ്കിൽ കാബൂളിലേക്ക് ഒരു ആക്രമണം നടത്തണം, അല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാതെ വീട്ടിലിരിക്കണം. ഈ രണ്ടിലൊരു കാര്യം ചെയ്തേ പറ്റൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ സമ്മൻസ് അയച്ചിട്ട് എന്ത് കാര്യമാണോ? കാനഡയിൽ 3 പ്രോ പാലസ്തീൻ യുവാക്കൾ ഒരു ജൂവിഷ് ലേഡിയെ തലങ്ങും അടിച്ച് ഉപദ്രവിച്ച്, യഹൂദനെ എവിടെ കണ്ടാലും ഇവർക്ക് തോന്നുന്ന ഒരു കലി, ആ ഒരു കലിപ്പിന്റെ പേരിൽ, ആ ഒരു വൈരാഗ്യത്തിൽ യഹൂദരോട് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാനഡയുടെ കണ്ടെത്തൽ. ഈ 3 പേരെയും ഇപ്പം ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പയ്യന്റെ പ്രായം 24 വയസ്സാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആലോചിക്കുന്നത്, ഈ ദൈവത്തിന്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഈ ദൈവത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന എന്തിനാണ്? മനുഷ്യന്റെ ഹെൽപ്പ് ദൈവത്തിന് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇസ്രായേലിന്റെ ഉള്ളിൽ ജൂവിഷും അറബ് കമ്മ്യൂണിറ്റിയും പല ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടെലവീവിൽ ഒരു മോളിന്റെ ഉള്ളിൽ ഈ ഹനൂക്ക സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഹനൂക്ക ലാമ്പ് ഉണ്ടല്ലോ, ഹനൂക്ക ലാമ്പ് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സെലിബ്രേഷന്റെ ഭാഗമാണ്, അതൊരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഒരു അറബിക് ലേഡി, അതായത് അവിടുത്തെ ഒരു അറബ് വംശജയായിട്ടുള്ള ഒരു ലേഡി ആ ഒരു മോളിലേക്ക് കടന്നു പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഹനൂക്ക ലാമ്പ് അവിടെ കാണുകയാണ്. ഈ ലാമ്പ് അവിടെ കണ്ടപാടെ ഈ ലേഡി നേരെ പോയിട്ട് അതിനെ ഊതിക്കെടുത്തിയിട്ട് ഒരു വീഡിയോയും കൂടി ഷൂട്ട് ചെയ്തിട്ട് അവർ പോകുന്നുണ്ട്. ആ ലേഡിയുടെ കൂടെ വന്ന ഒരു അറബിക് മാൻ, അയാള് ക്ലാപ്പ് ചെയ്ത് അഭിനന്ദിക്കുകയാണ്. അതായത് ഇവരുടെ ഒരു മാനസികാവസ്ഥ, ഇസ്രായേലിന്റെ ഉള്ളിൽ താമസിച്ചാലും ഇവർ ഏത് മാനസികാവസ്ഥയിലാണുള്ളത്, ഇത്രമാത്രം വൈരാഗ്യത്തോടു കൂടിയാണ് അവരവിടെ താമസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ ഇത്രമാത്രം യഹൂദ വിരോധം മനസ്സിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ചില എക്സാമ്പിളുകളാണ്. ഇത് CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ്. ഇത് ഇസ്രായേൽ തന്നെ കൃത്യമായിട്ട് ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ മാനസികാവസ്ഥയെ ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഇവരുടെ മാനസികാവസ്ഥ എന്നുള്ളത്. അതിനുവേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്രസീലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബ്രസീലിൽ കനത്ത മഴയെ തുടർന്ന് അവിടുത്തെ ഒരു ഡാം പൊട്ടി എന്ന് പറഞ്ഞാൽ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം. അതായത് പല ഗ്രാമങ്ങളെയും ടച്ച് ചെയ്താണ് ഈ ഒരു നദി ഒഴുകി പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്രയും നാളും ഡാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നീരൊഴുക്ക് വളരെ കുറവായിരുന്നു. കാരണം ഡാമിന്റെ ഇപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പം ഇപ്പൊ ഡാം പെട്ടെന്ന് പൊട്ടിയത് കൊണ്ട് തന്നെ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം പല വീടുകളെയും പൊക്കിയെടുത്തുകൊണ്ടാണ് പോയത്. അപ്പൊ ഇതിൽ നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ട്. എന്താണ് ഇതിന്റെ പൂർണ്ണ വിവരം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ലൈഫ് ലോസ് ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബ്രസീലില് ടോക്കോണിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ആ ഡാമാണ് ഇങ്ങനെ പൊട്ടിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.